നമസ്കാരം. 2025 ശനി രാശി മാറുന്നു. ഈ ശനി മാറ്റത്തിൽ ചിത്ര നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് രണ്ട് കാര്യമാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയിലാണ് നിങ്ങൾ ജനിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടക ശനി ദോഷമാണ്. എന്നാൽ തുലാം രാശിയിൽ ജനിച്ച ചിത്ര നക്ഷത്രമാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശനിദോഷം ഇല്ല. അതുകൊണ്ട് ആദ്യം വ്യക്തമായി മനസ്സിലാക്കുക, ഞാൻ ചിത്ര നക്ഷത്രക്കാരനാണെന്നുണ്ടെങ്കിൽ ഞാൻ കന്നിരാശിയാണോ തുലാം രാശിയാണോ എന്ന് മനസ്സിലാക്കുക. ഈ രാശിയുടെ അടിസ്ഥാനം, അതായത് കന്നിരാശിയാണെങ്കിൽ മാത്രമേ കണ്ടക ശനിദോഷം നമുക്ക് ബാധിക്കുകയുള്ളൂ. തുലാം രാശിയാണെന്നുണ്ടെങ്കിൽ ശനിദോഷം നമ്മളെ ബാധിക്കുന്നില്ല. നമുക്ക് സന്തോഷകരമായി മുന്നോട്ട് പോകാം തുലാം രാശിക്കാർക്ക്. എന്നാൽ കന്നിരാശിക്കാർക്ക് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസം, വിവാഹ തടസ്സങ്ങളാണ് ഏറെ കൂടുതലുമായി കാണാൻ സാധിക്കുന്നത്. വിവാഹ തടസ്സങ്ങൾ ഇങ്ങനെ, അതായത് വിവാഹം ആലോചിച്ചിട്ട് നമുക്ക് ഇതുവരെ ഒരു ആലോചനയും വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നല്ല രീതിയിൽ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. വിവാഹം നടക്കുന്നതിനുള്ള തടസ്സങ്ങൾ, അല്ലെങ്കിൽ പ്രണയപരാജയം, അല്ലെങ്കിൽ പ്രേമപരാജയം എന്നിങ്ങനെയുള്ള ഒരുപാട് ദോഷങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ നിങ്ങൾ തുലാം രാശിയിലാണ് ജനിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ഏറി മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ. ശനി 2025 മാർച്ച് 29 രാശി മാറുമ്പോൾ ചോതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചോതി നക്ഷത്രക്കാർക്ക് ശനിദോഷം കഠിനമായി ബാധിക്കുന്നില്ല. അപ്പോൾ ഈ ശനിമാറ്റത്തിൽ ഏറെ കൂടുതലായി ആശ്വാസം നൽകുന്നത് ചോതി നക്ഷത്രക്കാർക്കാണ്. കഠിനമായ ശനിദോഷങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും കഴിഞ്ഞ വർഷങ്ങളിൽ നിലനിന്നിരുന്നത് പോലെ ഈ വർഷങ്ങളിലും നിലനിർത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിച്ച് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ദോഷമില്ലെങ്കിൽ പോലും ശനിയാഴ്ച ദിവസങ്ങളിൽ പോയി ഭഗവാന്റെ നെയ്വിളക്കോ അല്ലെങ്കിൽ നീരാഞ്ജനമോ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു വഴിപാടോ ഒക്കെ അർപ്പിച്ചു കഴിഞ്ഞാൽ ശ്രീ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എന്നും ഉണ്ടായിരിക്കുകയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ചോതി നക്ഷത്രക്കാർക്ക് ഏറെക്കുറെ സന്തോഷിക്കുവാൻ പറ്റുന്ന ഒരു വർഷം തന്നെയാണ് ഇനി വരുന്ന 2.5 വർഷ കാലഘട്ടം. ശനിദോഷം നിങ്ങൾക്ക് അധികമായി ബാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായി എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുലാം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം നക്ഷത്രക്കാർക്കും വൃശ്ചികൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം നക്ഷത്രക്കാർക്കും ശനിദോഷം ഭവിക്കുന്നില്ല. ശനിദോഷം ഇല്ലാത്ത രാശികളാണ് 2 രാശികൾ, തുലാം രാശിയും വൃശ്ചികൻ രാശിയും. അതുകൊണ്ട് ഈ 2 രാശിയിലും ജനിക്കുന്ന വിശാഖം നക്ഷത്രക്കാർക്ക്, അതായത് വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യ 1/4 പാദം തുലാം രാശിയിലും അവസാനത്തെ 1/4 പാദം വൃശ്ചികൻ രാശിയിലുമാണ്. ഈ 2 രാശിക്കാർക്കും ശനിദോഷമൊന്നും ഭവിക്കാത്തതിനാൽ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മുൻകാലങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളും മാറുകയും തുടർന്ന് സന്തോഷകരമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന 2.5 വർഷ കാലഘട്ടമായിരിക്കും വിശാഖം നക്ഷത്രക്കാർക്ക്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ.